ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒക്ടോബർ 10 നമ്മുടെ രേവയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഇതാ എൻ്റെ കയ്യിൽ അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ലക്ഷ്മിയും അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ കേക്കും എൻ്റെ കയ്യിൽ വൈകുന്നേരം കൊണ്ട് തന്നു. കാരണം രേവയ്ക്ക് അറിയത്തില്ലല്ലോ, സർപ്രൈസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെന്താ, അവൾ വീട്ടിലുണ്ട്, ലക്ഷ്മിയും വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ അവൾ കാണത്തില്ലേ, അതുകൊണ്ടാണ് എൻ്റെ ലഭിച്ചത്. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങോട്ട് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേന് രേവ എക്സൈറ്റഡ് ആവുമോ, കാരണം ഇതുവരെ അവൾ കേക്ക് വേണമെന്നൊന്നും പറഞ്ഞില്ല ഈ ബർത്ത്ഡേക്ക്. ഇപ്പോഴായിട്ട് നമുക്ക് ആർക്കും അങ്ങനെ വലിയ പരിപാടി വേണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് സന്തോഷമാവുമായിരിക്കും. പിന്നെ എക്സ്പ്രഷൻസൊക്കെ അവളുടെ മുഖത്ത് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്തായാലും ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ കുറച്ച് പ്ലാനൊക്കെ ഇട്ടുണ്ട്, അതുപോലെ നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും കാണാം. ഓക്കെ, ഞങ്ങൾ മേലോട്ട് പോവാണ് ഗൈസ്. ഒരു ചെറിയ മഴക്കോളുണ്ട്. ഞങ്ങൾ പെയ്യെ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ വീടിൻ്റെ മേളിലായിട്ടാണ് ഇവളുമാരുടെ വീട്. ഇത് സക്സസ് ആകുമോ ഒന്നും അറിയത്തില്ല. രേവതി കൊച്ചിന് വലിയ എക്സ്പ്രഷനൊന്നും വരത്തില്ല അല്ലേ? രേവ, അവളെന്തേടി? ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് അൺബോക്സിങ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ രേവ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അവക്ക് കൊടുത്തു. സർപ്രൈസ് ആയോ? കുഞ്ഞിന്റെ കയ്യിലൊന്ന് ജസ്റ്റ് ഇത് വന്നോന്ന് വെച്ചാൽ ഇത് ഒരുങ്ങുക. അപ്പൊ നിനക്ക് തോന്നിയോ? അപ്പൊ അങ്ങനല്ല, ഇപ്പൊ ചിന്തിക്കുമ്പോ കേക്ക് കൊണ്ടാണ് അങ്ങനെ അത്ര ഞാൻ ചിന്തിച്ചില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു. അത് ചിന്തിക്കാനുള്ള ബോധം ഇല്ലായിരുന്നു. ഞാൻ ഓർത്ത ഞങ്ങള് കുറച്ചു നേരമായിട്ട് താഴെയുണ്ട്. ഞാൻ എന്തായാലും അത് കേട്ട പോലില്ലേ ഫോണിൽ ഞാൻ എന്തോ എഫേർട്ട് എടുത്തറിയോ. പവർ എടുത്ത് ഞാൻ ഷർട്ടിനുള്ളിൽ കെട്ടിച്ച് കൊട ഇങ്ങനെ പിടിച്ച് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി. വല്ലതും കണ്ടോ? വേണ്ട, മധുരമല്ലേ. അത് അപ്പൊ കുഞ്ഞങ്ങനെ എന്റെ മൈൻഡില് ദേവ് എന്താണേലും വരും. എനിക്ക് മതി. ദേവ് എന്താണേലും വരും, ഫോട്ടോ എടുക്കും, അങ്ങനെയുള്ളൊരു മൈൻഡിലാണ് ഞാൻ കുഞ്ഞിന്റെ അത് കണ്ടത്. നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായിരുന്നു? ആരും മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഞാനെന്ന് വെച്ചാൽ എനിക്ക് എന്താ ഈ ഒരു ദിവസം ഒന്ന് എങ്ങനെയും കഴിഞ്ഞു പോയാൽ മതി, അങ്ങനത്തെ ഒരു ഇതുള്ള എനിക്ക് ഇഷ്ടമല്ല. അങ്ങനല്ല, കുഞ്ഞിനും ആ ഒരു ഇതല്ലേ അങ്ങനത്തെ ഒരു ഇത് അങ്ങനെയൊക്കെ. സർപ്രൈസ്. നോക്ക്, കൊള്ളാം.
നോക്കിയേ നിന്റെ കാലിന്റെ അളവൊക്കെ വലുതല്ലേ. അതെ അങ്ങോട്ട് ഞാൻ ഒന്ന് നോക്കിയാണ് സുന്ദര. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് കിട്ടിയ റിയാക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ദൈവം വരുന്നത് ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഇതില് ഇതിനാ ഇടയ്ക്കൊക്കെ അവസാനം മാത്രം. ഇഷ്ടായോ? ഇഷ്ടായോ കണ്ണ? ആ വിഷ് ആനന്ദാശ്രു പൊഴിക്കാൻ താല്പര്യമുണ്ടോ? ഇച്ചിരി ഇത് കരയും ഇപ്പൊ. കരടി. പ്ലീസ് ഞങ്ങളത് സന്തോഷം കൊണ്ട് തുള്ളി. അതൊന്നും എനിക്ക് നിന്റെ ഒന്നും അറിയതിനൊക്കെ ചെറുതായി. ഇല്ല ഗൈസ്, അങ്ങനെ ഈ പരിപാടി ഞങ്ങൾ കുളമായില്ല. അതെ, ആദ്യമായിട്ടൊരു പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടത് സക്സസ് ആയി. കറക്റ്റാ, പെർഫെക്റ്റ്. ഞാൻ എന്റെ കാലിനെക്കാട് കുറച്ചും കൂടെ വലുതല്ലേ നിനക്ക് വേണ്ടേ? നീ കഴിഞ്ഞ ദിവസം എന്റെ ഷൂ ഇടാൻ വേണ്ടിട്ടൊക്കെ വന്നു. അപ്പൊ ഞങ്ങളൊക്കെ നേരത്തെ എല്ലാം ഞാൻ അതൊക്കെ പണ്ടത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല എനിക്കെന്തോ ചിരി വരുന്നു. സന്തോഷമായി. ഞാൻ വലിയ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ. അപ്പൊ നിന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ്. അത് വരാൻ വേണ്ടിട്ട് പാവാട ഇട്ടോ. ഓക്കെ, പറയൂ. എങ്ങനെയാണ് ചേച്ചിമാരുടെ ആക്ടിങ്ങും സർപ്രൈസും? നല്ലായിരുന്നു. നമ്മള് പച്ച ഞാനത് ഓർത്തായിരുന്നു. എനിക്ക് ഫോട്ടോ അയച്ചു. ഭയങ്കര നാച്ചുറൽ ആയിരുന്നു എല്ലാം. രേവതിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും നല്ലതായി കാര്യങ്ങൾ ചെയ്യും. എന്റെ ഫോണോടെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ നന്നായിട്ട് അഭിനയിച്ചു. പക്ഷെ ലക്ഷ്മിയുടെ അഭിനയം ഞാൻ മൈൻഡ് ചെയ്തു. അതെ, ഞാൻ എന്തോ അതെ. ഓക്കെ, അപ്പം ഞങ്ങള് നല്ല ഹാപ്പിയാണ്. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഞാൻ അങ്ങോട്ട് എനിക്ക് ഫോൺ അപ്പുറം